ഇന്ത്യൻ ജിയോഗ്രഫി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഹിമാലയം. ടിബറ്റൻ പീഠഭൂമിക്കും ഗംഗാ സമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിര ഹിമാലയം. ഇന്ത്യയിലെ ആകെ ടൈഗർ റിസർവുകളുടെ എണ്ണം 58. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് മാധവ് ടൈഗർ റിസർവ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ടൈഗർ റിസർവ് മാധവ് ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി ഗ്രേറ്റ് ഹിമാലയാസ്, ഹിമാചൽ ലെസ്സർ ഹിമാലയാസ്, സിവാലിക് ഔട്ടർ ഹിമാലയാസ്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ഗോഡ്വിൻ ആസ്റ്റിൻ 8611 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ 8586 മീറ്റർ, സിക്കിം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം നന്ദാദേവി. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടൽ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടൽ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം മുതലായവ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. ദയാമീർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം. കാശ്മീർ താഴ്വരയിൽ രൂപപ്പെടുന്ന നദി ജലം. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂരി. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി കൊടൈക്കനാൽ. ദൈവങ്ങളുടെ താഴ്വര കുളു. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ബിയാസ്. ഹിമാചലിലെ ഒരു പ്രധാന ചുരം റോഹ്ടാങ്. ഹിമാചലിലെ ഒരു പ്രധാന ചുരം റോഹ്ടാങ് ചുരം. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിൽ. ശിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടായുള്ള കൃഷിരീതി ടെറസ് കൾട്ടിവേഷൻ. ശിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടായുള്ള കൃഷിരീതി. സർവേ വകുപ്പ് തുടക്കത്തിൽ എവറസ്റ്റ് കൊടുമുടിക്ക് നൽകിയ പേര് പീക്ക് 15. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് 8850 മീറ്റർ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഗാർ തുങ്ല ചുരം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഗാർ തുങ്ല ചുരം.
ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെട്ടിരുന്ന ചുരം ബോലൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെട്ടിരുന്ന ചുരം ബോലാൻ ചുരം. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരം. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയൻ. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയൻ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ, ലഡാക്ക്. ട്രാൻസ് ഹിമാലയൻ നിരയിൽ വരുന്ന പ്രധാന പർവ്വത നിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിൽ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരകളിൽ. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റ്. കൈലാസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ടിബറ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിൻ. ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചൽ. ഒന്നാമത്തെ ഫെഡ്ചെൻകോ, താജിക്കിസ്ഥാൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലം ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഗാദർ. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഗാദർ. ഉത്തര മഹാസമതലം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം ഭംഗർ. ഉത്തര മഹാസമതലം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം ഭംഗർ. ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലം. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിലെ ഭാഗം മരുസ്ഥിലി ഭാഗർ. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് ഡോബ്. ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബ്. ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരി ഡോബ്. ബിയാസ് സത്ലജ് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം ബിസ്ത ഡോബ്. ചിനാബ് രവി നദീപ്രദേശങ്ങൾക്കിടയിലുള്ള എക്കൽ പ്രദേശം രചന ഡോബ്. ഹിമാലയത്തിലെ സുഖവാസ കേന്ദ്രങ്ങൾ മുസോറി ഉത്തരാഖണ്ഡ്. മുസോറി ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ ഉത്തരാഖണ്ഡ്. റാണിഗഡ് ഉത്തരാഖണ്ഡ്. അൽമോറ ഉത്തരാഖണ്ഡ്. ബദ്രിനാഥ് ഉത്തരാഖണ്ഡ്. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്. ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ. ഗുൽമാർഗ് ശ്രീനഗർ. പഹൽഗാം ജമ്മു കാശ്മീർ. ഷിംല ഹിമാചൽ പ്രദേശ്. ചമ്പ ഹിമാചൽ പ്രദേശ്. ധർമ്മശാല ഹിമാചൽ പ്രദേശ്. ഡൽഹൌസി ഹിമാചൽ പ്രദേശ്. തവാങ് അരുണാചൽ പ്രദേശ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചൽ. ഷിംല, മുസോറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിൽ.